സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ വിദ്യാലയങ്ങൾ അടച്ച് ഒരു വെക്കേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണ്. വെക്കേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആഹ്ലാദവും ആനന്ദവും ഉണ്ടാക്കുന്ന സമയമാണ്. പഠന തിരക്കുകളില്ല, സ്കൂളുകളിലുള്ള നീണ്ട മണിക്കൂറുകളില്ല. ഇനി എന്തും തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കളിച്ചും ചിരിച്ചും ഉറങ്ങിയുമൊക്കെ സമയം നീക്കാൻ കഴിയുന്ന ഒരവസരമായിട്ടാണ് കാണുന്നത്. കുട്ടികൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ വെക്കേഷൻ ആകുന്ന സമയത്ത് ആകെ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി എങ്ങനെയാണ് 2 മാസം തള്ളി നീക്കുക, ഇവനെ കൊണ്ട് ആകെ അടങ്ങാറാകുമല്ലോ എന്ന രൂപത്തിൽ ചിന്തിച്ച് പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുമുണ്ട്. സ്കൂൾ ഉണ്ടാകുന്ന സമയത്ത് പകലെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ആകെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ സമൂഹത്തിലുണ്ട്. സഹോദരന്മാരെയും സഹോദരിമാരെയും, ഇത്തരം ഒരു അവസ്ഥ, വെക്കേഷൻ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഒരു നല്ല പ്ലാനിങ് വെക്കേഷനിൽ ആവശ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയവും ഭാവിയും നഷ്ടപ്പെടുമെന്നത് തീർച്ചയാണ്. ഒന്നാമതായി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ എന്നുള്ളത് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട, നമ്മളെ പ്രയാസം ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മക്കൾ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ വെള്ളിയാഴ്ച ദിവസം നമ്മോട് ഓതാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച സൂറത്തുൽ കഹ്ഫിന്റെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഈ ദുനിയാവിന്റെ ഭംഗിയാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്ന സമ്പത്തും അവന്റെ മക്കളും എന്നത്. ഒരുവന്റെ കൺകുളിർമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെ കൊണ്ടും ഈ സമ്പത്തിനെ കൊണ്ടും നിങ്ങൾക്ക് ബാക്കിയാകുന്ന അമല സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും അള്ളാഹുവിന്റെ അടുക്കൽ ബാക്കിയാകുന്നതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ മക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകത്തേക്ക് ബാക്കിയാക്കുന്ന അമലുകളാക്കി മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഉപകാരപ്പെടുന്ന അമലുകളാക്കി നമ്മുടെ മക്കളെ മാറ്റാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെയും നമുക്ക് ആ രൂപത്തിലാക്കി തീർക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ. സൂറത്തു തഗാബുൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് വലിയ ഫിത്നയുണ്ട്, കുഴപ്പങ്ങളുണ്ട്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്കതിൽ ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട് എന്നും അതേപോലെ കൺകുളിർമയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പരീക്ഷണമാകുന്ന മക്കളെ ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ച് നമ്മുടെ കൺകുളിർമകളാക്കിക്കൊണ്ട് ഈ ലോകത്തെയും പരലോകത്തെയും കൺകുളിർമയാക്കിക്കൊണ്ട് മാറ്റാനായിരിക്കണം നമ്മൾക്ക് കഴിയേണ്ടത്. അത്തരത്തിൽ പ്രാർത്ഥിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന വചനങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. അല്ലാഹുവേ, എൻ്റെ ഇണകളിലും എൻ്റെ മക്കളിലും നീ എനിക്ക് കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കാനും വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്രദമാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വിഷയവും അവരുടെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയും വളരെ നന്നാകേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമുക്ക് നേരെ എതിരായി കൊണ്ടുവരും. മക്കളൊരു പരീക്ഷണമാണ് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പഠിപ്പിക്കുമ്പോൾ ചുറ്റുഭാഗത്തുമുള്ള വാർത്തകളിൽ വർത്തമാനങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. തന്റെ മകനൊന്ന് വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ, മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആറ്റുനോറ്റി വളർത്തിയ പെൺകുട്ടിയെ കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും പേരുദോഷമുണ്ടാകുന്ന, അവളെ കൊണ്ട് കുടുങ്ങി നിൽക്കുന്ന, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്വന്തം മക്കളെ കൊണ്ടായി തീർന്ന രക്ഷിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്.
അത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വേറെ ഫിത്തനയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ കരുതലും ശ്രദ്ധയും ഏറെ ആവശ്യമാണ്. അത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയമാണ് വെക്കേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഈ അവധിക്കാലം നമ്മളിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കി വെക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്നാമതായി, നമുക്ക് ലഭിച്ചിരിക്കുന്ന അവധിക്കാലം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധമായിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഒഴിവ് സമയവും അവരുടെ ആരോഗ്യവും എന്നുള്ളത്. അസ്സിഹ്ഹത്ത് വൽ ഫറ, അവരുടെ ആരോഗ്യവും അവരുടെ ഒഴിവ് സമയവും. അതിൽ ഭൂരിഭാഗം മനുഷ്യരും അശ്രദ്ധരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യത്തെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒഴിവ് സമയത്തെ അത് ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ, പരലോകത്തിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഭൂരിഭാഗം ആളുകളും പരാജയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, 5 കാര്യങ്ങളെ കൊണ്ട് ചോദ്യം ചോദിച്ചിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല എന്ന്. ലാ തസൂലു ഖദമാ ഇബ്നി ആദം ഹത്താ യുസ്അൽ അൻ ഖംസിൻ. 5 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ ആദം സന്തതിയുടെ കാല് പരലോകത്ത് മുന്നിലേക്ക് വെക്കാനും വേണ്ടി കഴിയില്ല. 5 കാര്യങ്ങൾ എണ്ണി പറയുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, വഅൻ ഉംരിഹി ഫീമാ അഫ്നാഹു, നിനക്ക് നൽകിയ ആയുസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ആയുസ്സിനെ നീ എങ്ങനെ ചെലവഴിച്ചുവെന്ന്, എന്തിൽ നശിപ്പിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഈ ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ചിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ കാലിനെ മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, നിങ്ങൾ 5 കാര്യങ്ങൾ വന്നെത്തും മുമ്പ് ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വന്നെത്തും മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളിൽ ധൃതിപ്പെടണം, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്ക് വരും മുമ്പ് നിനക്ക് കിട്ടിയ ഒഴിവ് സമയത്തെ നീ ഉപയോഗിക്കണം. നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ ഒഴിവ് സമയങ്ങളുണ്ട്. ജോലി തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയില്ല. പഠനത്തിരക്കിലേക്ക്, വെക്കേഷൻ കഴിഞ്ഞ് പഠനത്തിരക്കിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ലഭിച്ച ഒഴിവ് സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ രക്ഷിതാക്കളും അതേപോലെ തന്നെ കുട്ടികളും നന്നായി ശ്രദ്ധിക്കേണ്ടതും. ഇല്ല എങ്കിൽ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട്. കാരണം സമയം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അമാനത്താണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്നുള്ളതും വലിയ അമാനത്താണ്, വലിയ അമാനത്താണ്. മക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷയത്തിൽ വലിയ ചോദ്യങ്ങളുണ്ട്. ആ മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹു രക്ഷിതാക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കേണ്ടതുണ്ട് എന്ന് രക്ഷിതാക്കളോട്, കുടുംബനാഥന്മാരോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കണം, വലിയ അമാനത്താണത്. ആ അമാനത്തിന് വീഴ്ച വരുത്തിയാൽ രക്ഷിതാക്കൾ നാളെ പരലോകത്ത് വലിയ വില കൊടുക്കേണ്ടി വരും. രക്ഷിതാക്കളെ വഴിവഴപ്പിക്കുന്ന മക്കളാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ മാറുവാൻ പാടില്ല. നമ്മൾ വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്, നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ. അത് ആ നിലക്ക് തന്നെ ആയിത്തീരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷനെ നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതിൽ ചില ശ്രദ്ധകൾ നമുക്ക് ആവശ്യമാണ്, മുൻകരുതലുകൾ ആവശ്യമാണ്. സാധാരണ നിലയിൽ പണ്ടുകാലത്തൊക്കെ മക്കൾക്ക് വെക്കേഷനായി കഴിഞ്ഞാൽ, പണ്ടുകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആ മക്കൾ പിന്നീട് വീട്ടിലുണ്ടാവില്ല. രാവിലെ പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങാടിയിലും തൊടിയിലും ഒക്കെ പോയി മരച്ചിലും മറ്റൊക്കെ കയറി കളിച്ച്, ഭക്ഷണം കഴിക്കാൻ പോലും വീട്ടിലേക്കില്ലാതെ ഗ്രൗണ്ടിൽ പോയി കളിച്ച് കൂട്ടുകാരോടൊപ്പം നടന്ന് അങ്ങനെ സമയം ചെലവഴിക്കുന്ന അവസ്ഥയായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും വീട്ടിലേക്ക് കിട്ടുന്നില്ല എന്ന പരാതികളായിരുന്നു രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. അവർ അങ്ങനെ കൂട്ടുകാരോടൊപ്പം കുടുംബക്കാരോടൊപ്പം ഒക്കെ ചെലവഴിക്കുന്ന, ഓടി നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അവർ പലതിനും കടയിൽ പോകാൻ കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടുന്നില്ല എന്നിങ്ങനെ ഉള്ള പരാതികളായിരുന്നു പണ്ട് രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ സമയമൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രക്ഷിതാക്കളുടെ പരാതി എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ളതാണ്. ഫുൾ ടൈം ഫോണിലാണ് എന്നുള്ള പരാതി രക്ഷിതാക്കൾക്കുള്ളത്. ഈ പരാതിയിലേക്ക് കാരണക്കാരാക്കുന്നത്, ഈ പരാതി ഇപ്പോൾ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാരണം. രക്ഷിതാക്കളുടെ ഫോണാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ഫോണില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഫോൺ കൊടുക്കുന്ന വിഷയത്തിൽ, സ്ക്രീൻ ടൈമിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പഠനങ്ങൾ പഠിപ്പിക്കുന്നത് 16 വയസ്സുവരെ
ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ നൽകാൻ പാടില്ല എന്നാണ് പഠനം പഠിപ്പിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന പല വാർത്തകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പല രാജ്യങ്ങളിലും കുട്ടികൾക്ക് 16 വയസ്സ് വരെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലാത്ത, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ ബാൻ ചെയ്ത, നിരോധനം വരുത്തിയ രാജ്യങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? സോഷ്യൽ മീഡിയ കൊണ്ടും മൊബൈൽ ഫോൺ കൊണ്ടും സ്ക്രീനുകൾ കൊണ്ടും കുട്ടികളെ വഴിവരച്ചു പോവുകയാണ്. സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിലേക്ക് നാഷണൽ വേസ്റ്റുകളായി ഈ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച ഭരണകൂടങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ശാസ്ത്രീയ പഠനം തെളിയിക്കുന്ന ആ കാര്യങ്ങളാണ്. 16 വയസ്സുവരെ കുട്ടികൾക്ക് സ്ക്രീൻ നൽകാൻ പാടില്ല, മൊബൈൽ നൽകാൻ പാടില്ല എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ചെറുപ്രായത്തിൽ തന്നെ 1 വയസ്സ് തികയും മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ എടുക്കുകയാണ്. കുട്ടികളെ കുറിച്ചുള്ള പഠനം നടത്തുന്ന ആളുകൾ, സയന്റിസ്റ്റുകൾ പറയുന്നത് 3 വയസ്സ് വരെ കുട്ടിക്ക് സ്ക്രീന് കാണിക്കാനേ പാടില്ല എന്നാണ്. അതിനുശേഷം സമയം വെച്ചുകൊണ്ടായിരിക്കണമെന്നാണ്. പക്ഷെ ഈ പഠനങ്ങളൊന്നും നമ്മുടെ രക്ഷിതാക്കൾ അറിയുകയോ അറിഞ്ഞാൽ തന്നെ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അത് അതിഗുരുതരമാണ്. മൊബൈൽ ഫോണുകൾ തങ്ങളുടെ കാര്യം നടക്കാനും വേണ്ടി കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മയുടെ പണി നടക്കുവാൻ, ഉപ്പയുടെ കാര്യം നടക്കുവാൻ അവര് ഫോൺ കൊടുത്ത് അനങ്ങാടുക്കുമെന്നാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ കയ്യിൽ കിട്ടേണ്ട അവസ്ഥ പല കുട്ടികൾക്കുമുണ്ട്. അല്ലാത്ത അവസ്ഥയിൽ കഴിക്കില്ല. അവന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് ഏതെങ്കിലും ഒരു കാർട്ടൂൺ ഓണാക്കി വെച്ച് കൊടുത്താൽ അവൻ തിന്നണത് അവൻ അറിയേയില്ല. നല്ല സുഖമാണ് രക്ഷിതാക്കൾക്ക്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ ഫോണിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ അവനോട് ചീത്ത പറയും, അവനെ തല്ലും, ഇവനെ കൊണ്ട് കുടുങ്ങിയെന്ന് പറയും. ആരാണാക്കി വെച്ചത്? അത് രക്ഷിതാക്കൾ തന്നെയാണ്. ആ അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. വലിയ ശ്രദ്ധ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. സ്കൂൾ പഠനം കഴിഞ്ഞ് വെക്കേഷനായി നിൽക്കുമ്പോൾ ഫുൾ ടൈം ഫോണിലാണ് എന്ന പരാതി പറയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഒരു രക്ഷിതാക്കൾ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ ഉണ്ടാകണം. പക്ഷെ ആധുനിക സമൂഹത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരെ ഫോൺ കൊടുക്കാതിരിക്കാനും കഴിയാത്തൊരവസ്ഥ രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? അതിൽ നിയന്ത്രണമാണ് ആവശ്യം. പരിപൂർണമായും ഒരു കാര്യം മുടക്കുമ്പോൾ കുട്ടികൾ ആ മുടക്കിയ കാര്യത്തിന്റെ വിഷയത്തിൽ ഒരു തെറ്റായ രീതിയിലേക്കും ചിന്തയിലേക്കും അവന്റെ മനസ്സുകൾ പോകുമെന്ന് പഠനം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഓർ എന്തും ചെയ്യും. എന്നാൽ ഒരു കാര്യം സമയം വെച്ചുകൊണ്ട് നൽകിയാൽ, നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, ഇന്ന സമയത്ത് ഉപയോഗിക്കാൻ നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗത്തിന് സമയം നിശ്ചയിക്കണം രക്ഷിതാക്കൾ. അപ്പോൾ അത് നടക്കും. ഇത്ര സമയമാണ് ഒരു ദിവസം ഫോൺ നൽകുക എന്നത് അവരോട് പറയണം. മാത്രവുമല്ല, ആ ഫോൺ നൽകുന്ന വിഷയത്തിൽ എപ്പോഴാണ് നൽകുക? എപ്പോഴും കരയുമ്പോൾ നൽകില്ല എന്നല്ല, മറിച്ച് ഒരു കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ഗോൾ വെച്ച് കൊടുക്കുക. ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത്ര സമയം നൽകും. ഇനി ഫോൺ കൊടുക്കുമ്പോൾ തന്നെ ടൈം സെറ്റ് ചെയ്യുക. ഇത്ര സമയമാണ് നിനക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള സമയം, അതിനപ്പുറത്തേക്ക് പോകൂല എന്ന്. അങ്ങനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുമുണ്ട്, അവന്റെ കാര്യം നടക്കുന്നുമുണ്ട്, എന്നാൽ ഓവറാകുന്നുമില്ല. അത്തരമൊരു ശ്രദ്ധ രക്ഷിതാക്കൾക്ക് ആവശ്യമാണ്. കൊടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. കൊടുക്കുമ്പോൾ തന്നെ എത്ര സമയം നൽകുമെന്ന വിഷയത്തിലും ശ്രദ്ധ ഉണ്ടാകണം. ആ നിലക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് സാധ്യമാകും, അത് നന്നാക്കിയെടുക്കാൻ കഴിയും. ഇനി കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുട്ടി എന്ത് കാണുന്നു എന്ന കാര്യത്തിലും രക്ഷിതാക്കൾക്ക് ശ്രദ്ധ ഉണ്ടാകണം. അല്ലെങ്കിൽ അതിനപ്പുറം അപകടം ഉണ്ടാക്കും. 10 മിനിറ്റ് അരമണിക്കൂർ ഫോൺ കൊടുക്കും. എന്താണ് അവൻ കാണുന്നത്? ആ കാണുന്ന വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകണം. ഉമ്മയുടെ ഫോണിൽ നിന്ന് ഉമ്മയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നിട്ട് അതിലെ റീൽസുകൾ, ഷോർട്സുകൾ എങ്ങനെ കാണുന്ന അവസ്ഥയാണ് മക്കൾക്കുള്ളത്. യൂട്യൂബിലെ ഷോർട്സുകൾ കാണുന്ന, ഇൻസ്റ്റയിലെ റീൽസ് കാണുന്ന, FB ഒക്കെ അങ്ങനെ വീഡിയോകൾ ഇങ്ങനെ കണ്ടു തീർക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ മക്കൾക്കുള്ളത്. സഹോദരന്മാരെ, കാണുന്ന വിഷയത്തിൽ എന്ത് എന്ന് കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം. ഷോർട്സും അതേപോലെ റീലുകളും ഒരിക്കലും അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. കാരണം അതിന്റെ ഒരു സെറ്റിംഗ് തന്നെ അത് ഉണ്ടാക്കിയിട്ട് ഇൻഫിനിറ്റി മെത്തേഡ് ടെക്നോളജി എന്ന് പറയുന്ന രൂപത്തിലാണ് സയൻസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഫോൺ നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ റീൽസും ഷോർട്സും കണ്ട് നമ്മൾ മുകളിലേക്കാണ് സ്ക്രോൾ ചെയ്യേണ്ടത്. ആ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ അത് എത്ര സമയം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും? ഇടതുഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ പാർശ്വഭാഗങ്ങളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന രീതിയല്ല റീൽസിനും ഷോർട്സിനും ഉള്ളത്. എന്തുകൊണ്ടാണത്? അത് മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു വെക്കും. അതങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതിന് നിയന്ത്രണം ഉണ്ടാവില്ല. മണിക്കൂറുകൾ ചെലവഴിക്കാനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ എന്തു കാണുന്നു എന്നതും ശ്രദ്ധ ഉണ്ടാകണം. ഹറാമായ ഒരു കാര്യം നമ്മുടെ മക്കൾ കണ്ടുകൂടാ. ഹറാമായ ഒരു കാര്യം കാണാനേ പാടില്ല. സംഗീതവും സിനിമയും ആസ്വദിക്കുന്ന അവസ്ഥാവിശേഷം മൊബൈൽ ഫോണുകളിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകുവാൻ പാടില്ല. ആ വിഷയത്തിലും രക്ഷിതാക്കൾക്ക് ശ്രദ്ധ ഉണ്ടാകണം. ഹറാമായ സംഗീതം കേൾക്കുന്ന, ആസ്വദിക്കുന്ന അവസ്ഥ,
അനാവശ്യമായ കാർട്ടൂണുകൾ കണ്ടിരിക്കുന്ന അവസ്ഥ. ചില പഠനങ്ങളൊക്കെ ചില കാർട്ടൂണുകൾ കുട്ടികൾക്ക് തീരെ കാണിക്കാൻ പാടില്ല എന്ന് ആധുനിക പഠനങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയിൽ പ്രശ്നമുണ്ടാക്കും, അവരുടെ ചിന്തയിൽ പ്രശ്നമുണ്ടാക്കും, അവരുടെ സ്വഭാവത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്ന്. ഒരു ഉപകാരവുമില്ലാത്ത വെറുതെ തമാശകൾ കണ്ടിരിക്കുന്ന അനാവശ്യമായ സംഗതികൾ ഒരിക്കലും കാണിക്കുവാൻ പാടില്ല. അവർക്ക് കൃത്യമായ എന്ത് കാണണം എന്ന ശ്രദ്ധ ഉണ്ടാകണം. മക്കളെ കാണിക്കാൻ കഴിയുന്ന നല്ല നല്ല ഒരുപാട് രംഗങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സഹായകമാകുന്ന, ദീന് പഠിക്കാൻ കഴിയുന്ന, ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. ദീന് മാത്രം കേൾക്കാൻ കഴിയുന്ന ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. അത്തരം സംഗതികളിൽ കുട്ടികളെ ചുരുക്കുവാൻ രക്ഷിതാക്കൾക്ക് ശ്രദ്ധയുണ്ടാകും. ഇതാണ് കാണേണ്ടത്, ഇത്ര സമയമാണ് കാണേണ്ടത് എന്ന ശ്രദ്ധയുണ്ടാകണം. സംഗീതം ഒരിക്കലും കേൾക്കരുത് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സ്വമേധയാ അവർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. എന്തെങ്കിലും കാണുമ്പോൾ മ്യൂസിക് കടന്നു വന്നാൽ അത് ഓഫ് ആക്കാൻ കഴിയുന്ന അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകണം. ഇത്ര സമയം കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓഫ് ചെയ്ത് തിരിച്ചു തരാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികളുടെ മാനസികാവസ്ഥയാക്കി തീർക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയന്ത്രണം സോഷ്യൽ മീഡിയയുടെ വിഷയത്തിലും മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ വിഷയത്തിലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ രക്ഷിതാക്കൾക്ക് അതൊരു വലിയ പ്രയാസമായിരിക്കും. കുട്ടി ഇങ്ങനെ ഇടങ്ങാറാക്കുന്ന സമയത്ത് ഓന്റെ ചൊറന്ന് നിർത്താൻ എന്താ പറ്റിയ, ഫോണ് കൊടുത്ത് അടങ്ങി നിന്നോളുന്നാണ്. ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. വാശി പിടിച്ചാൽ ഫോൺ നൽകില്ല എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കണം. അത് കുട്ടികൾക്ക് മനസ്സിലാകണം. മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിച്ചാൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മറിച്ച് ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയാൽ, പറഞ്ഞ കാര്യം അനുസരിച്ചാൽ ഇത്ര സമയം നൽകും എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അനുസരണശീലവും കൂടി അവരിലേക്ക് വളർന്നു വരും. അത്തരം ഒരു കാര്യമായിരിക്കണം രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ സഹോദരന്മാരെ, മൂന്നാമതൊരു കാര്യം, മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന ചിന്തയാണ് രക്ഷിതാക്കൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആകെ വീട്ടിലേക്ക് മടങ്ങി നിൽക്കണമെങ്കിൽ ഫോൺ കൊടുക്കണം, അവന്റെ സമയം പൂർത്തിയാക്കാൻ ഫോൺ കൊടുക്കണം. ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുക? തലതല്ലിക്കരയുന്ന അവസ്ഥയുണ്ടാകും, അവനെ കൊണ്ട് ഇടങ്ങാറാകും. എന്ത് പകരം എന്നതും നമ്മൾ കൃത്യമായി നിശ്ചയിച്ചു കൊടുക്കണം. മൊബൈൽ ഫോണിന് പകരമായിക്കൊണ്ട് ക്രിയാത്മകമായ ബദലുകൾ രക്ഷിതാക്കൾ നിശ്ചയിച്ചു നൽകണം. അവർക്ക് നല്ല പുസ്തകങ്ങൾ നിർദ്ദേശിക്കാം, വായനാശീലങ്ങൾ അവർക്കുണ്ടാകട്ടെ. അവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഭൗതികമായ വളർച്ചയും ആത്മീയമായ വളർച്ചയും ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളുണ്ട്. അത്തരം പുസ്തകങ്ങൾ അവർ വായിക്കട്ടെ. അവർക്ക് നല്ല ബദലുകൾ ഉണ്ടാക്കി കൊടുക്കണം. സമയം നിശ്ചയിക്കണം. വെക്കേഷന് കഴിയുമ്പോഴേക്ക് ഇത്ര പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന കാര്യം എഴുതി ഉണ്ടാക്കണം, എങ്കിൽ സമ്മാനം നൽകുമെന്ന് മക്കളോട് പറയണം. ആ നിലക്ക് അവർക്ക് പകരമായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കണം. അതേപോലെ തന്നെ കളിക്കാൻ ഇടങ്ങൾ അവർക്കുണ്ടാക്കണം. ചുറ്റുമുള്ള ആളുകളുമായിക്കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇപ്പോഴത്തെ മക്കളെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അയൽവാസികളെ കുറിച്ച് അറിയാത്ത, കുടുംബക്കാരെ കുറിച്ച് അറിയാത്ത, നാട്ടിലുള്ള ആളുകളെ കുറിച്ച് അറിയാത്ത മക്കളൊക്കെയുണ്ട്. വീട്ടിനകത്ത് പുറത്തിറങ്ങും, ആകെ പുറത്തിറങ്ങും സ്കൂളിലേക്ക് പോകുമ്പോഴാണ്. രാവിലെ കുളിച്ചിറങ്ങി വീട്ടിന്റെ മുറ്റത്തേക്ക് വരുന്ന വാഹനത്തിൽ കയറിയിരുന്ന് സ്കൂളിലേക്ക് പോയി തിരിച്ചതേ വാഹനത്തിൽ വീട്ടുമുറ്റത്ത് വന്നിറങ്ങുന്നു. എന്നിട്ട് വീടിനകത്ത് മാത്രം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് പല കുട്ടികൾക്കും ഉള്ളത്. അതൊക്കെ മാറണം. അയൽവാസികളെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അവർ കഴിയണം. അത്തരം കുടുംബ സന്ദർശനങ്ങൾ ബദലായിക്കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. കുടുംബത്തിൽ അവർക്കറിയാത്ത കുറെ ആളുകൾ ഉണ്ടാകും. അവരിലേക്ക് ഒരു നല്ല സൗഹൃദ സന്ദർശനം രക്ഷിതാക്കൾ ഉണ്ടാക്കണം. അതിന് രക്ഷിതാക്കൾ കൂടി സമയം കണ്ടെത്തണം. നാലാമത്തെ മറ്റൊരു വിഷയം, കുട്ടികൾക്ക് വെക്കേഷൻ ആകുമ്പോൾ രക്ഷിതാക്കൾ അവരുടെ കൂടെ ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തണം. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉറങ്ങാൻ സമയം കണ്ടെത്തുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാത്രം പല പണികൾ നടക്കുന്നവരുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ രക്ഷിതാക്കൾ സന്നദ്ധമാകുന്നത്. കാരണം നമ്മൾ ഇന്ന് കൊടുക്കുന്ന സമയം നമ്മൾക്ക് തന്നെ നാളെ ഉപകാരമായി കൂടി തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നവർക്ക് സമയം നൽകിയിട്ടില്ല എങ്കിൽ, നമ്മൾ ഇന്നവർക്ക് മാതൃകളായിട്ടില്ല എങ്കിൽ, നാളെ അവർ നമുക്ക് തിരിച്ചറിയാവുന്ന ദിവസവും വരാനിരിക്കുന്നു എന്ന തിരിച്ചറിവ് രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമയം മാറ്റിവെച്ച് കുടുംബ സന്ദർശനങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ ചെലവഴിക്കുവാൻ രക്ഷിതാക്കളെ സമയം കണ്ടെത്തണം. വെക്കേഷനായിട്ട് ഫുൾ ടൈം വീട്ടിലുണ്ടായിട്ട് മകന്റെ കൂടെ ഇരിക്കാൻ, ഉപ്പ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും, രാത്രി തിരിച്ചു വരും, ഉറങ്ങി എണീക്ക് മുമ്പ് പോകും, ഉറങ്ങിയാൽ തിരിച്ചു വരിക എന്ന അവസ്ഥയുടെ രക്ഷിതാക്കൾ ജോലിയുടെ അവസ്ഥകളുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ തന്നെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, മൊബൈൽ ഫോണിൽ ഇങ്ങനെ സമയം കളയുന്ന, കുട്ടികളുമായിക്കൊണ്ട് ഒരു സമയം പോലും ചെലവഴിക്കാത്ത, എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് കുട്ടി കൊണ്ട് ചെയ്യുമ്പോൾ അവനോട് പൊട്ടിത്തെറിക്കുന്ന ഉപ്പമാർ രക്ഷിതാക്കളുടെ സമൂഹത്തിലൂടെ അങ്ങനെ ആകരുത്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച്, നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുട്ടിയുടെ കൂടെ ഇരിക്കുവാൻ, അവനുമായി സംസാരിക്കുവാൻ. കാരണം കൂടുതൽ സമയം വീട്ടിൽ കിട്ടുന്ന സമയത്തെ അത് നന്നായി എന്ന് തോന്നുന്ന അവസ്ഥ കുട്ടികൾക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് സ്കൂൾ തന്നെയാണ് എന്ന ചിന്ത അവർക്കുണ്ടാകും. സഹോദരന്മാരെ, നമ്മളും നമ്മുടെ സമയങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. അതേപോലെ തന്നെ വെക്കേഷനുകൾ എന്ത് ചെയ്യണമെന്ന ചിന്ത രക്ഷിതാക്കൾ പ്ലാനിങ് ഉണ്ടാകണം. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ കോഴ്സിൽ കൊണ്ടുപോയി ചേർക്കുന്ന
അതിനെ നോക്കി നടക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതിനുവേണ്ടി മാത്രം വലവിരിച്ച് നടക്കുന്ന സമൂഹവും നമ്മുടെ ചുറ്റുമുണ്ട്. സഹോദരന്മാർ, അതിലും നല്ല ശ്രദ്ധ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു വെക്കേഷൻ കോഴ്സിൽ എവിടെയെങ്കിലും പറഞ്ഞേക്കുന്ന അവസ്ഥയല്ല. മറിച്ച് വെക്കേഷനുകളിൽ പല വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന നല്ല വെക്കേഷൻ കോഴ്സുകളുണ്ട്. അള്ളാഹുവിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ദീനിനെ കുറിച്ചും കൃത്യമായി പഠിക്കാൻ കഴിയുന്ന റെസിഡൻഷ്യൽ ക്യാമ്പുകളും അല്ലാത്ത ക്യാമ്പുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെയായി കൊണ്ടൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അത്തരം ക്യാമ്പുകൾ കണ്ടെത്തി അതിന് കുറച്ച് പണം കൊടുത്ത് അവരെ അവിടെ കൊണ്ടാക്കി അവർക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ സ്കൂളുള്ള സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ദീന് കിട്ടുന്ന മദ്രസ കിട്ടുന്നത്. മദ്രസയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വെക്കേഷനിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. പിന്നെ പരിപൂർണ വെക്കേഷൻ ആകുമ്പോൾ അവിടെയും ദീന് പഠിക്കാൻ ഒരു സമയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത്തരത്തിൽ നല്ല ക്യാമ്പുകൾ, വെക്കേഷൻ ക്യാമ്പുകൾ, പഠന സദസ്സുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് എത്തിക്കുവാൻ രക്ഷിതാക്കൾ കഴിയണം. അതേപോലെ സഹോദരന്മാരെയും അഞ്ചാമതായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെക്കേഷനിൽ രക്ഷിതാക്കൾ മക്കൾക്ക് മാതൃകയാകണം എന്നുള്ളതാണ്. കാരണം നമ്മളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. നമ്മളെ കണ്ട് മാത്രമാണ് മക്കൾ പഠിക്കുന്നത്. അത് ഏറ്റവും ചെറിയ കുട്ടിയാകട്ടെ വലിയ കുട്ടിയാകട്ടെ, നമ്മൾ അവർക്ക് നല്ല മാതൃകയാകുമ്പോഴാണ് നമുക്ക് അതനുസരിച്ച് തിരിച്ചു കിട്ടുക. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, എന്റെ ഇണകളിലെ മക്കളിൽ നീ എനിക്ക് കൺകുളിർമ നൽകണം. അവിടെ അല്ലാഹു അവസാനിപ്പിച്ചിട്ടില്ല. അതിന്റെ ബാക്കി എന്താണ്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണേ. മുത്തഖീങ്ങളാക്കണേന്നല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണേ. ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന, ഏറ്റവും നല്ലവനാക്കി നീ എന്നെ മാറ്റണേ. കാരണം എങ്കിലേ എന്നെ കണ്ട് മക്കൾ പഠിക്കുകയുള്ളൂ. നമ്മൾ തോന്നിവാസം കാണുന്ന, നമ്മൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലായിരിക്കുന്ന, നമ്മൾ മ്യൂസിക് കേൾക്കുന്ന, നമ്മൾ മ്യൂസിക് അനുസരിച്ച് കൊണ്ട് പാടുന്ന, നമ്മൾ സിനിമ കാണുന്ന, നമ്മുടെ ഹറാമുകളിൽ സമയം ചെലവഴിക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മുടെ മക്കൾ അതനുസരിച്ച് കൊണ്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ. അവർ എല്ലാം ഒഴിവാക്കുന്ന നല്ല കുട്ടിയായി തീരുകയില്ല. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും അങ്ങനെയായി തീരുകയുള്ളൂ. മകളോട് പോയി ഖുർആൻ ഓതുക എന്ന് പറയുകയും ഉപ്പയും ഉമ്മയും ഇപ്പുറത്തെ ഫോണിൽ കളിക്കുകയും ചെയ്താൽ ആ കുട്ടി എങ്ങനെയാണ് ഖുർആൻ ഓതുക? അതുകൊണ്ട് നല്ല മാതൃകളായിക്കൊണ്ട് രക്ഷിതാക്കൾ മാറേണ്ടതുണ്ട്. സുബഹിക്ക് ശേഷവും മറ്റുമുള്ള സമയങ്ങളൊക്കെ സമയം കണ്ടെത്തി ഒരുമിച്ചിരുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥ വീടുകളിൽ ഉണ്ടാകണം. മാതാപിതാക്കൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അത്തരം ഇൽമിന്റെ മജ്ലിസിൽ പോയിരിക്കുന്ന അവസ്ഥ കുട്ടികൾ കാണണം. അതിലെ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുപോകണം. രക്ഷിതാക്കളെ മാതൃകയാകുമ്പോൾ മാത്രമാണ് മക്കൾ നമുക്ക് ഏറ്റവും നല്ലവരായിക്കൊണ്ട് തീരുന്നത്. സഹോദരന്മാരെ, ആ നിലക്ക് ഏറ്റവും നല്ല മാതൃകകളായിക്കൊണ്ട് നമ്മൾ മാറിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മക്കൾ ഉപകാരപ്രദമാവുകയുള്ളൂ. ആ നിലക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരിക, തർബീയത്ത് നടത്തുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. എങ്ങനെങ്കിലൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ട കുട്ടികളല്ല നമ്മുടെ കുട്ടികൾ. നമ്മൾ മാതൃകകളെ ആയിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചും കാണിച്ചും കൊടുത്ത് തിരുത്തേണ്ട അവസ്ഥയിൽ തിരുത്തിക്കൊണ്ട് പലതും പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഉപകാരപ്രദമായ മക്കളായി അവർ മാറുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ ഉപകാരപ്രദമാകുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാലിഹായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റി തീർച്ചാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ല എങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് നല്ല ശ്രദ്ധയും മുൻകരുതലും പ്ലാനിങ്ങുകളും ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കൊണ്ട് 2 ലോകത്തും നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, വെക്കേഷൻ ആകുമ്പോൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധയാണ് സൂചിപ്പിച്ചു വന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ക്രിയാത്മകമായി സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ രക്ഷിതാക്കളിൽ നിന്നും ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സഹോദരന്മാരെയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാതെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ എല്ലാം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. മക്കളില്ലാതെ ബുദ്ധിമുട്ടിയ,
വർഷങ്ങളോളം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിയെ പോലെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ പോലെയുള്ള ആളുകളുടെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബന റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അള്ളാഹുവേ എനിക്ക് നീ സ്വാലിഹായ സന്താനത്തെ നൽകണമേ എന്നാണ്. കാരണം ലഭിക്കുകയാണെങ്കിൽ സ്വാലിഹായ സന്താനമായിരിക്കണം. സ്വാലിഹല്ലാത്ത ഒരു സന്താനം കിട്ടിയാൽ അതൊരു പക്ഷെ നമുക്ക് പ്രയാസമായിരിക്കും. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായി അറിയുന്നവൻ. ഒരു പക്ഷേ നമുക്ക് മക്കളെ കിട്ടുന്നത് ഖൈറല്ല എന്ന തീരുമാനമാണ് അള്ളാഹുവിനുള്ളതെങ്കിൽ അതുകൊണ്ടായിരിക്കാം. ഇനി അതല്ല, വർഷങ്ങൾ കാത്തിരുന്നാൽ ക്ഷമിച്ചാൽ അള്ളാഹു നമുക്ക് മക്കളെ നൽകും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ സ്വാലിഹായ സന്താനത്തെ മാത്രം ലഭിക്കണമെന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമുക്ക് ലഭിച്ച മക്കൾ അവരെ സ്വാലിഹാക്കുവാൻ, അവരുടെ ദീനീ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാകുവാനുള്ള പ്രാർത്ഥന രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ മക്കയിൽ വിട്ടേച്ച് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ ഇന്നി അസ്കൻതു ദുർരിയതി ബിവാദിൻ ഗൈറ ദി സറഇൻ, അല്ലാഹുവേ ഈ പച്ചപ്പില്ലാച്ച ഈ പൊതുവാദിയിലേക്ക്, ഈ ഒരു വിശാലമായ സ്ഥലത്തേക്ക് എന്റെ മക്കളെ, എന്റെ മകനെ ഞാൻ വിട്ടേച്ചു പോകുന്നത് റബ്ബന ലിയുഖീമസ്സലാം, അല്ലാഹുവേ അവർ നമസ്കാരം നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് നല്ല പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹുവേ അവർ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ എന്ന്, നല്ല സ്വഭാവത്തിനുടമകളാക്കണേ എന്ന്, പെരുമാറ്റം നന്നാക്കണേ എന്നിങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ വിഷയത്തിൽ എല്ലാ കാര്യത്തിലും നല്ല പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പരീക്ഷ വരുമ്പോൾ അവന് നന്നായി പഠിക്കാൻ കഴിയണേ, നല്ല മാർക്ക് കൊടുക്കണേ, നല്ല മാർക്കോടെ വിജയിപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതിനേക്കാൾ അപ്പുറത്ത് അവന്റെ സ്വഭാവം നന്നാക്കാൻ, പരലോകത്തെ നമ്മൾക്ക് ഉപകാരപ്രദമായ മക്കളാക്കി തീർക്കുവാൻ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു നമ്മോട് പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. എന്ത് ചോദിച്ചാലും റബ്ബ് നൽകും. അതുകൊണ്ട് ചോദിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. എല്ലാ കാര്യങ്ങളും പടച്ചറബിലേക്ക് പറഞ്ഞുകൊണ്ട് മക്കളുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം നന്നാക്കുന്ന വിശുദ്ധ പ്രാർത്ഥനകൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകണം. ആ നിലക്ക് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ശ്രദ്ധിച്ചും നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നമുക്ക് രണ്ട് ലോകത്തും ഉപകാരപ്രദമായ മക്കളായി തീരുമെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ എല്ലാ മക്കളെ ആക്കി തീർക്കുമാറാകട്ടെ.